Allahu 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 Allah. Assalamu alaikum wa rahmatullah. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. നമസ്കാരം അർത്ഥസഹിതം പഠിക്കുക എന്ന വിഷയത്തിൽ 48ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. മസ്അലാപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമസ്കാരത്തിൽ സംഭവിക്കുന്ന മറവി സംബന്ധമായി സഹുവിന്റെ സുജൂദ് ചെയ്യുന്നത് സംബന്ധമായാണ് നമ്മുടെ ഇപ്പോഴുള്ള ചർച്ച. ഇത് ശരിയായ നിലക്ക് കേട്ട് പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. നിസ്കരിക്കുന്ന ഒരാൾ അദ്ദേഹം സ്വന്തമായി നിസ്കരിക്കുന്നവനാണ്, ജമാഅത്തായി നിസ്കരിക്കുന്നവനോ അല്ല. സ്വന്തമായി നിസ്കരിക്കുന്ന ഒരാളിൽ നിന്നും മറവി സംഭവിക്കുകയും പിന്നീട് അവൻ ഇമാമിനോട് ആ നിസ്കാരത്തിന്റെ ഇടയിൽ തുടരുകയും ചെയ്താൽ അവനിൽ നിന്നുണ്ടായ ആ മറവി ഇമാമ് വഹിക്കുകയില്ല എന്നതുകൊണ്ട് അവന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അവൻ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ രൂപം എങ്ങനെയെന്നാൽ, ആദ്യമായി ഒരാൾ നിസ്കരിക്കുകയാണ്, ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. ആ സമയത്ത് അതിന്റെ അടുത്ത് ഒരു ജമാഅത്ത് നടക്കുകയാണ്. ഈ ജമാഅത്തിൽ അവനിക്ക് ആ നിസ്കാരത്തിൽ തന്നെ ഞാൻ ഈ ജമാഅത്തിനോട് കൂടെ തുടരുന്നു എന്ന് കരുതി പങ്കാളിയാവാം. അങ്ങനെ ജമാഅത്തിലേക്ക് അവൻ പ്രവേശിച്ചാൽ ആദ്യം അവനിൽ നിന്നുണ്ടായ മറവിക്ക് അവൻ ഇമാമു സലാം വീട്ടിയതിനു ശേഷം പിന്നീട് അവൻ സലാം വീട്ടുന്നതിന് മുമ്പ് സഹുവിന്റെ സുജൂദ് ചെയ്യണം എന്നാണ് ഇതിലുള്ള ഒന്നാമത്തെ മസ്അല. മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. സഹുവിന്റെ സുജൂദ് സുന്നത്തുള്ള ഒരാൾ മനഃപൂർവം സഹുവിന്റെ സുജൂദ് ചെയ്യാതെ സലാം വീട്ടിയാൽ സഹുവിന്റെ സുജൂദ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. മറന്നുകൊണ്ട് സലാം വീട്ടിയാൽ സമയം അധികമായിട്ടില്ലെങ്കിൽ അവൻ നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങി സഹുവിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടണം. അത് സുന്നത്തുണ്ട്. സുജൂദ് ചെയ്യുന്ന സമയത്ത്, സഹുവിന്റെ സുജൂദ് ചെയ്യുന്ന സമയത്ത് മഅ്മൂമല്ലാത്തവരാണെങ്കിൽ അഥവാ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ സഹുവിന്റെ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ സഹുവിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതണം. അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാകും. മഅ്മൂം ആണെങ്കിൽ അങ്ങനെ ഒരു നിയ്യത്തിന്റെ ആവശ്യം ഇല്ല. ഇതാണ് രണ്ടാമത്തെ മസ്അല. പെരുന്നാൾ നിസ്കരിക്കുന്ന സമയത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീർ മറന്നാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം സഹുവിന്റെ സുജൂദ് ആവശ്യം ഇല്ല. ഹനഫി മദ്ഹബിൽ സഹുവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇതേ പ്രകാരം തന്നെ ഉറക്കെ ഓതേണ്ടുന്ന സ്ഥലത്ത് പതുക്കെ ഓതുകയോ പതുക്കെ ഓതേണ്ടുന്ന സ്ഥലത്ത് ഉറക്കെ ഓതുകയോ ചെയ്താലും ഹനഫി മദ്ഹബ് പ്രകാരം സഹുവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് അലിയുൽ അദ്ഹൂരിൽ മാലിക്കി എന്നവര് പറയുന്ന ഒരു കാര്യം ഇവിടെ ചേർത്തുകൊണ്ട് ഈ ക്ലിപ്പ് അഥവാ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് ബുസ്റൽ കരീമിലും അതേപ്രകാരം ഫതുൽ അല്ലാം എന്ന കിതാബിൽ മുഹമ്മദ് അബ്ദുല്ലാഹി ജുർദാനി എന്നിവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹുവിന്റെ സുജൂദോട് കൂടെയുള്ള ഒരു നിസ്കാരം സഹുവിന്റെ സുജൂദ് ഇല്ലാതെയുള്ള 70 നിസ്കാരത്തിനേക്കാൾ ഉത്തമമാണ് എന്ന് പണ്ഡിതന്മാരിൽ നിന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കാരണം സഹുവിന്റെ സുജൂദ് ഉണ്ടെങ്കിൽ ശൈത്താൻ ആ നിസ്കാരത്തിൽ ഇടപെടുകയും ആ നിസ്കാരം തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ ശൈത്താനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സഹുവിന്റെ 2 സുജൂദ് ചെയ്തത്. അതുകൊണ്ട് ആ നിസ്കാരം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് 70 സഹുവിന്റെ സുജൂദ് ഇല്ലാത്ത നിസ്കാരത്തിനേക്കാൾ ഉത്തമമാണ് സഹുവിന്റെ സുജൂദോട് കൂടെയുള്ള ഒരു നിസ്കാരം എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഫതുൽ അല്ലാം ഭാഗം 2 253 പേജിൽ അബ്ദുല്ലാഹിൽ ജുർദാനി എന്നവർ പറഞ്ഞതായി കാണാം. ഇത് ഈ ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുള്ള 48ാമത്തെ ഭാഗമാണ്. ഇതിൽ ചർച്ച ചെയ്ത ആ മസ്അലകൾ പല തവണ കേട്ട് മനസ്സിലാക്കണം എന്നുണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.